അതിരപ്പള്ളിയിൽ മയക്കുവെടിയേറ്റ ആനയുടെ സമീപം ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അതിരപ്പള്ളിയിൽ ഇന്ന് രാവിലെ ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആനയുടെ ചികിത്സാ ദൗത്യത്തിനിടെയാണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന ഈ പരിക്കേറ്റ ആനയുടെ അടുത്തെത്തിയത്. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നു. ആ സമയത്ത് തൊട്ടടുത്ത് തന്നെ ഗണപതി ഉണ്ടാവുകയും ഗണപതിയുടെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് ആ സമയം ഒരു പരിഭ്രാന്തി ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ സമയം ഗണപതിയെ ആ സ്പോട്ടിൽ നിന്ന് തുരത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഖിൽ, ആ സമയം ഈ മയക്കുവെടിയേറ്റ് ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആന വീഴുന്നതും തൊട്ടടുത്ത് തന്നെ ഏഴാറ്റുമുഖം ഗണപതി നിൽക്കുന്നതും കാണാം. പിന്നീട് അതിനെ തുരത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരുന്നു. അപ്പോൾ തന്നെ ഈ സംഭവം ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ ഈ ആനയെ മയക്കുവെടി വെച്ചതിന് ശേഷമാണ്, ആനയ്ക്ക് മയക്കുവെടി ഏറ്റതിന് പിന്നാലെ തന്നെ നമുക്ക് തൊട്ടടുത്തായി ഈ ഒരു വലിയ ഒരു പ്രൊട്ടക്ഷൻ പോലെ, അല്ലെങ്കിൽ ഈ പരിക്കേറ്റ തലയ്ക്ക് മത്സരത്തിൽ പരിക്കേറ്റുള്ള ആ കൊമ്പനാനയ്ക്ക് ഒരു കവചമായി തന്നെ അവിടെ ആന നിലയുറപ്പിച്ചിരുന്നു. ആ ആന നമുക്കറിയാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും, ഈ തുമ്പിക്കൈ കൊണ്ട് ഈ ആനയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതായത് ഈ മുറിവേറ്റ ആനയെ ഏഴാറ്റുമുഖം ഗണപതി ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ ചേർത്ത് പിടിച്ചതിന് പിന്നാലെ ഈ ആനയെ അതായത് മയക്കത്തിൽ ആനയ്ക്ക് നീങ്ങാൻ കഴിയാതെ ആന സെഡേഷനിലായി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും. അപ്പോൾ ആന എങ്ങനെയെങ്കിലും അവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ശ്രമമായിരുന്നു ആന നടത്തിയിരുന്നത്. അപ്പോഴാണ് ഈ ആന ഒന്ന് തള്ളി നോക്കി. പക്ഷെ ആ തള്ളി നോക്കിയ പാടെ തന്നെ നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം, ആനയുടെ ആ തള്ളലേറ്റതോടു കൂടി തന്നെ ഈ മുറിവേറ്റ കൊമ്പൻ മറിഞ്ഞു വീഴുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ആ മാന മറിഞ്ഞതോടുകൂടി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് ഓടിച്ചെന്നു. പിന്നാലെ തന്നെ തുടർച്ചയായി പടക്കം പൊട്ടിച്ചു. തോക്കുപയോഗിച്ച് പടക്കം പൊട്ടിച്ചതോടെ ഈ ഏഴാറ്റുമുഖം ഗണപതി കാട്ടിനുള്ളിലേക്ക് ഓടിപ്പോകുന്നു. ആ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോഴും ആന പൂർണ്ണമായും പോകുന്നില്ല. ആദ്യം ഒന്ന് പോയി, പിന്നീട് വീണ്ടും ഈ ആനയ്ക്ക് അടുത്തേക്ക് ഒരു സംരക്ഷണം എന്ന് പറഞ്ഞ് തിരികെ വരാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും തുടർച്ചയായി പടക്കം മയക്കുവെടി വെച്ചതോടു കൂടി തന്നെയാണ് ഈ ആന കാടിനുള്ളിലേക്ക് ഓടിപ്പോകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ അത് കാണാൻ കഴിയുന്നത് ഒരു സഹജീവി സ്നേഹം തന്നെയാണ്. അതായത് ഈ ആനയ്ക്ക് ഒരു സ്വാഭാവിക ഇത്തരത്തിൽ ഈ ഒരു ഡാർട്ടിംഗ് ഒക്കെ നടക്കുമ്പോൾ ഈ ആനകൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും അപകടം മണത്തു കഴിഞ്ഞാൽ അവർ ഒരുമിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് ആനകൾ ഒന്നിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി തന്നെയാണ് ഇവിടെയും ഈ പരിക്കേറ്റ കൊമ്പൻ തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ തവണ 3 ആനകളായിരുന്നു ആദ്യം ദൗത്യമുണ്ടാക്കാൻ കണ്ടത്. ഇപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആന തന്നെയായിരുന്നു ഇതിനൊപ്പം ഉണ്ടായിരുന്നത്. അതൊരു സംരക്ഷണം തീർക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് രക്ഷിക്കാൻ ശ്രമിച്ചത് ഒരു അപകടമാകുകയും ഈ സ്റ്റാൻഡിംഗ് സെഡേഷനിൽ നിന്നും അതൊരു സ്ലീപ്പിംഗ് സെഡേഷനിലേക്ക് ആന വീണതോടുകൂടി സ്ലീപ്പിംഗ് സെഡേഷനിലേക്ക് മാറുകയായിരുന്നു. പക്ഷേ അത് സ്പോട്ടിൽ നിന്ന് ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ രക്ഷിച്ചു കൊണ്ടുപോകാൻ ഏഴാറ്റുമുഖം ഗണപതി ആ സമയം ശ്രമിച്ചത്. പക്ഷേ അവിടെ ബഹളം ഉണ്ടാക്കി മയക്കുവെടി വെച്ച് അതിനെ തുരത്തുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തത്. തുടർന്ന് ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ കോടനാടേക്ക് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ